നമുക്ക് വേഴ്സ് കേസിൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം. സ്റ്റാർലിങ്ക് വന്നിരുന്നുവെങ്കിൽ 4 വർഷം മുമ്പേ നമ്മൾ സാങ്ഷൻ കൊടുത്തിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല നാച്ചുറൽ കലാമിറ്റീസ് അതിനുശേഷം വന്നിരുന്നു അല്ലേ? നമുക്കറിയാം, വെള്ളപ്പൊക്കം വന്നിരുന്നു, ലാൻഡ് സ്ലൈഡ്സ് വന്നിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടു. അർജുൻ്റെ ലോറി വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. വയനാട് ദുരന്തം നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഇന്ത്യ പാക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നു. ഇതിലെല്ലാം കൃത്യമായിട്ട് സ്റ്റാർലിങ്കിന് നമ്മളെ സഹായിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ഒരു കോൺട്രഡിക്ഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല എക്സാമ്പിൾ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് യുക്രൈന് 45,000 സ്റ്റാർലിങ്കുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന ഡിഷുകൾ എലോൺ മസ്ക് കൊടുത്തു. അതുകൊണ്ട് മാത്രമാണ് യുക്രൈൻ ഒരുപാട് കാലം പിടിച്ചു നിന്നത്. ആ യുദ്ധം പിടിച്ചു നിൽക്കാൻ കാരണം പോലും സ്റ്റാർലിങ്ങിൻ്റെ ഹെൽപ്പാണ്. കാരണം യുക്രൈനിൽ നിന്ന് പറന്നുയരുന്ന ഡ്രോണുകളെ കൃത്യമായിട്ട് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുന്നത് സ്റ്റാർലിങ്ങിൻ്റെ ഇൻ്റർനെറ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന എല്ലാ സ്റ്റാർലിങ്ക് ഡിഷുകളും ഒരുപോലെയല്ല. യുദ്ധത്തിനൊക്കെ വേണ്ടി വരുന്ന ഡിഫൻസ് സിസ്റ്റത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഡിവൈസുകളുണ്ട്. സ്റ്റാർ ഷീൽഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാർലിങ്കിൻ്റെ ഫെസിലിറ്റി അല്ല യുദ്ധത്തിൽ ഡിഫൻസ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്, രണ്ടാണ്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, അവർ കൃത്യമായി ഒരു അപ്പർ ഹാൻഡ് യുക്രൈന് കിട്ടിയിരുന്നത് ഈ പറയുന്ന മെത്തേഡിൽ കൂടെ തന്നെയാണ്, സ്റ്റാർലിങ്കിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ എലോൺ മസ്ക് ഒരു ദിവസം പറയുകയുണ്ടായി, ഞാനൊന്ന് സ്വിച്ച് ഓഫ് ചെയ്താൽ തീരുന്നതേ ഉള്ളൂ നിങ്ങളുടെ രാജ്യം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം എത്രമാത്രം അപ്പർ ഹാൻഡ് ഒരു പ്രൈവറ്റ് മോണോപോളിക്ക് കിട്ടി എന്നുള്ളത് മനസ്സിലാക്കണം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ പുറകെയുണ്ട്. ഇപ്പോൾ ഇന്ത്യ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, സ്റ്റാർലിങ്ക് സ്വീകരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇഷ്യൂ മുമ്പിലുണ്ട്. നമ്മൾ ഡ്രോണുകളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ആ കംപ്ലീറ്റ് ഫെസിലിറ്റി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, വേണ്ട സ്പീഡൊന്ന് കുറച്ച് കഴിഞ്ഞാൽ, സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന ബാൻഡ് വിഡ്ത്ത് ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡ്രോണുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയും. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് എല്ലാം നമ്മൾ മുമ്പിൽ നിരത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് വരാൻ സാധ്യതയില്ലേ, എന്താണ് അതിന് സൊല്യൂഷൻസ്? അപ്പോൾ ഇതെല്ലാം ഡിസ്കഷനിൽ നടക്കുന്നുണ്ട്. ബട്ട് വാട്ട് എവർ, ഇത് പ്രോപ്പർലി നമ്മൾ യൂസ് ചെയ്യാൻ പ്രോപ്പർലി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ ഒരു അപ്പർ ഹാൻഡ് നമുക്ക് പല സമയത്തും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം.